ഞാനിപ്പോ കട്ട് ചെയ്യാണേ, തിരിച്ചു വിളിക്കാം. പാസ്വേഡ് മാറ്റിയോ? അപ്പൊ എന്നെ കാണിക്കാനാ ബാലു എന്നുള്ള പാസ്വേഡ് ഇട്ടത്. ആ പാസ്വേഡ് ഞാൻ മാറ്റി ബാലു. മനസ്സിലായി, എന്നെ പറ്റിക്കാൻ വേണ്ടിയാ ആ പാസ്വേഡ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാ ഒരു ഷോ. ബാലു ഒന്ന് പാസ്വേഡ് ഇട്ടേക്കെന്ന് അറിഞ്ഞ ഞാനങ്ങ് അലിഞ്ഞു പോകുന്നു കരുതിയല്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല ബാലു. നിന്റെ മനസ്സിന്റെ സ്ഥാനത്ത് കരിങ്കല്ലല്ലേ, കരിങ്കല്ലിനെ അലിയാൻ പറ്റോ? എന്റെ മനസ്സിനെ കരിങ്കല്ലാക്കിയത് നീയാ. എന്നിട്ട് വലിയ തത്വം പറയുന്നു. എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ബാലു എന്ത് മനസ്സിലാക്കിന്നാ? മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതെന്താന്ന് പറ. അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. എന്താന്നുള്ളത് നേരെ പറയണം, അപ്പൊ ഞാൻ ഉത്തരം തരാം. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ പറ. നീ എന്ത് ചെയ്യുന്നു? മര്യാദയ്ക്ക് എന്നോട് പെരുമാറിക്കോളൂ. എന്താ ഇത്? മാറി നിക്ക്. എന്താ കാര്യം ബാലു? അമ്മയുടെ മരുമോള് ഫോണിലെ പാസ്വേഡ് ദിവസം തോറും അങ്ങ് മാറ്റുവാ. ദിവസം തോറും അല്ല, നിമിഷം തോറും ഞാൻ ചിലപ്പോ മാറ്റും. അത് എന്റെ ഇഷ്ടാ. നിങ്ങൾക്ക് എന്താ മക്കളെ പറ്റിയത്? കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക അകത്തെ പുകച്ചില്. എന്താ മോനെ ഇത്? എന്താ മോളെ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങളെ പിണക്കെല്ലാം മനസ്സിൽ നിങ്ങൾ കളഞ്ഞേ. ആ കൈ ഇങ്ങനെ താ, ഇങ്ങത്താടാ നിന്റെ കൈ. എന്തൊരു ബലം പിടിക്കുന്നേ. എടാ എന്താ ഇത്? എന്താ ഏട്ടാ പ്രശ്നം? ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് കരുതിയതാ, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. മോളെ, ഒരു കുടുംബമാകുമ്പോ ഭാര്യയും ഭർത്താവും ആകുമ്പോ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. നിങ്ങൾ കുട്ടികളാകുന്നത് ശ്രദ്ധിക്കാൻ പാടില്ല. ബാലു അപർണയും തമ്മിൽ തർക്കം ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഈ വീട്ടില് എന്തൊക്കെയോ വലിയ പ്രയാസങ്ങള് ഇനിയും വരാൻ പോകുന്ന പോലെ ഒരു തോന്നല്. സുധേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ ഇവിടെ ഒരു പ്രയാസം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട് ഒറ്റ മനസ്സോടെ, നമ്മൾ ഒറ്റ കെട്ടോടെ വേണം മുന്നോട്ട് പോകാൻ. അപർണയുടെ സുഖവും സന്തോഷമായിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. മോനെ, ഇപ്പോഴത്തെ തർക്കം എന്തായിരുന്നു? ഒന്നുമില്ല. പ്രശ്നം എന്താന്ന് വെച്ചാ പറയട്ടാ, അച്ഛനത് സോൾവ് ചെയ്ത് തരും. അതേട്ടാ, സാഗരേട്ടന്റെ കല്യാണം വരെ സെറ്റാക്കിയ ആളാ അച്ഛൻ. പറയാൻ ബുദ്ധിമുട്ടാണേ വേണ്ട മോനെ. പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോണിലെ പാസ്വേഡ് മാറ്റുന്നതിനെ കുറിച്ച് ഒരു തർക്കം. അപ്പോ ഫോൺ പാസ്വേഡ് മാറ്റി. ഏട്ടാ, ഫോൺ സെക്യൂരിറ്റിക്ക് വേണ്ടി പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നായിക്കൂടെ? മീനാക്ഷി പറഞ്ഞത് കറക്റ്റാണ്, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. പക്ഷേ ഭർത്താവും ഭാര്യയും പരസ്പരം അറിയിക്കാതെ ഇതൊക്കെ ചെയ്യുമ്പോഴേ തകരാറുള്ളൂ. എന്നോട് പറയാതെ
അവള് പാസ്വേഡ് മാറ്റിയത്. എന്നോട് പറയാത്തതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ആരോരോട് പറയാതെയാണോ പാസ്വേഡ് മാറ്റിയത്? അല്ല, അതെന്തിനാ മോൾ അങ്ങനെ ചെയ്തത്? ആ അതാ ഞാനും ചോദിച്ചത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മോനെ. ആ, സുധാമണി പറയുന്നത് നേരാ. പക്ഷെ സുധേ, ഇക്കാലത്ത് ഒട്ടുമുക്കാൽ കുടുംബത്തിലും ബന്ധങ്ങൾക്കിടയിൽ വില്ലനാകുന്നത് മൊബൈലാ. ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. ഭാര്യയുടെ ഫോൺ ഭർത്താവിനും ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്കും കൈകാര്യം ചെയ്യാൻ പറ്റണം. പാസ്വേഡ് ഒക്കെ രണ്ടുപേർക്കും അറിയാൻ പറ്റുന്നതായിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ആ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പറ. അച്ഛൻ പറഞ്ഞത് 100% ശരിയാ. പക്ഷേ അപ്പുമോളത് അത് ഓർമ്മിക്കാണ്ട് ചെയ്തു പോയതായിരിക്കും. അതെ, അപ്പോന് ഒരിക്കലും സംശയിക്കാൻ പാടില്ല. പക്ഷേ ഏതു മനുഷ്യരിലും ഒരു ചാഞ്ചാട്ടം വരാൻ ഒരു നിമിഷം മതി. നിങ്ങളൊന്ന് വന്നേ. അപ്പോ നമ്മുടെ മരുമോള അല്ല, മോള. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പോലെയല്ല ആ മോള് വളർന്നത്. അതിന്റെ ചില കുഴപ്പങ്ങൾ കാണാനുണ്ട്. ഏയ്, അപർണേച്ചിക്ക് അങ്ങനെ വലിയ വീട്ടിലെ ആളാണെന്നൊന്നുമില്ല. സാറേ, നീ മുൻവിധിയോടെ കാര്യങ്ങൾ പറയണ്ട. ഓഫീസിലെ കിരൺ എന്ന ആളുമായി അവൾ കുറച്ചധികം സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ബാലുവിനോട് ഞാൻ പറയുകയും ചെയ്തു. കിരൺ ഇവരുടെ MD അല്ലേ? MD യോട് സംസാരിക്കുന്നതിന് ആരും ശ്രദ്ധിക്കാത്ത ഭാഗം തിരഞ്ഞെടുക്കുന്നത് എന്തിനാ പറ? ഈയിടെയായിട്ട് അപർണയല്ലേ എനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത്? അതെന്തിനാ? എനിക്ക് ഭക്ഷണം തന്നിട്ട് പുറത്ത് മാറി നിന്ന് സംസാരിക്കാൻ. അതിനു വേണ്ടിട്ടാ. ഇവിടെ വെച്ച് സംസാരിച്ചാൽ നിങ്ങളെല്ലാം കേൾക്കും. അപ്പുമോള് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതല്ലേ. ഇവരെന്താ സംസാരിക്കുന്നേ? ഒന്നും കേൾക്കാൻ വയ്യല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം ഭർത്താവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവനെന്ന് അപർണയ്ക്കറിയാലോ. എന്നിട്ട് എന്തുകൊണ്ടാ ആ ഓഫീസ് ജോലി വിടാത്തത്? ജീവിക്കാൻ വേണ്ടിട്ട്. ആത്മാഭിമാനം കളഞ്ഞിട്ടാണോ ഭൂമിയിൽ ജീവിക്കേണ്ടത്? ഇതങ്ങനൊന്നും അല്ലെന്നേ. എന്തോ ഒരടുപ്പം അവർ തമ്മിലുണ്ട്. ബാലു എന്റെ മോന്. എന്റെ മോന് മറ്റെന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും സഹിക്കാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒരസുഖോ എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ, ഒക്കെ സഹിക്കാം. പക്ഷേ എന്റെ മോനൊരു മണ്ടനാകുന്നത് എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇവൻ ചതിക്കപ്പെടുന്നത് ഞാൻ സഹിക്കില്ല. നമ്മൾ ഒരു കാര്യം കൂട്ടായി തീരുമാനിക്കുന്നു.
എന്താ എന്നെ കണ്ടപ്പോ സംസാരം നിർത്തിക്കളഞ്ഞത്? ഏയ് ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കായിരുന്നു. അതെല്ലേ, മൂന്നാമതൊരാൾ വരുമ്പോ സംസാരം നിർത്തിയാ അത് അയാളെ കൊച്ചാക്കും പോലെയാ. ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. മോളെന്താ കുറ്റപ്പെടുത്തുന്ന പോലൊക്കെ പറയുന്നേ? ഞാൻ ഇവരോടാ സംസാരിക്കുന്നേ. എന്നുവെച്ചാ അച്ഛൻ ഞങ്ങളിൽ ഒരാളല്ലെന്നാണോ ചേച്ചി പറയുന്നത്? അപർണേച്ചി എതിർക്കുകയല്ല, എന്നാലും പറയാ അച്ഛനെ കേൾക്കാൻ പാടില്ലാത്തൊന്നും ഞങ്ങൾക്കാർക്കും കേൾക്കണ്ട. മീനു, മോളെ മീനാക്ഷി, മോൾ അച്ഛന് വേണ്ടി സംസാരിച്ചിട്ട് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കരുത്. എനിക്ക് ആരും വിരോധം പ്രശ്നമല്ല. എനിക്ക് എന്റെ അച്ഛനാ വലുത്. അപ്പൂനെ നമ്മൾ ഒറ്റപ്പെടുത്തി എന്നുള്ള തോന്നല് അവൾക്ക് വന്നിട്ടുണ്ടാവും. ആ കുട്ടി ഒറ്റപ്പെടാനാ ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ആ കുട്ടി ഇപ്പൊ ഓഫീസിൽ പോകും. അല്ലെങ്കിൽ ഒന്ന് പോകണ്ടെന്ന് പറഞ്ഞു നോക്ക്, എന്നാലും പോകും. അമ്മേ, ഞാൻ ഓഫീസിൽ പോവാ. ബാലു പോന്നില്ലേ? ഞാനിന്ന് ലീവാ. മോളെ, ബാലു ഇന്ന് ലീവാ. എന്റെ മോളും ലീവ് വിളിച്ച് പറ. നമുക്കെല്ലാവർക്കും കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എനിക്ക് പോണം അമ്മേ, ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസമായോ? അപർണയ്ക്ക് ഓഫീസിൽ പോകാതെ പറ്റില്ല. ബാലു, നീ വിഷമിക്കണ്ട മോനെ. അപർണേച്ചി അമ്മ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കുമെന്നാ കരുതിയേ. അച്ഛൻ പറഞ്ഞതൊക്കെ നേരാന്നാ തോന്നുന്നേ. ഭാര്യയുടെ മൊബൈൽ പരിശോധിക്കാന്ന് വെച്ചാ അത് അവളുടെ സ്വഭാവത്തെ മാത്രമല്ല, ചാരിത്രത്തെയും സംശയിക്കുന്ന പോലെയാ. അപ്പുവാ വിളിക്കുന്നേ. അന്ന് ബാലു ചൂടായതിന്റെ ബാക്കി ചൂടാവാനായിരിക്കും. ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ഫോൺ എടുക്കുമോളെ. കൊല്ലാനായാലും വളർത്താനായാലും ഇങ്ങോട്ട് വിളിക്കല്ലേ. ഫോൺ എടുക്കുമോളെ. ഹലോ ഹലോ, ഹലോ, എന്താ മോളെ? മമ്മിയൊന്ന് വിളിക്കണം തോന്നി, അത്രേ ഉള്ളൂ. എന്നെ വിളിക്കണമെന്ന് തോന്നി വിളിച്ചതാണെന്നോ?
അതെ. എന്താ, എനിക്ക് വിളിക്കാനും പാടില്ലേ? മമ്മി ഭക്ഷണം കഴിച്ചോ? ആ, ഭക്ഷണം കഴിച്ചു മോളെ. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മമ്മി? നീ പറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണോ? നിന്റെ വിവാഹം കഴിഞ്ഞ ശേഷം നീ ഇങ്ങോട്ടായിട്ട് ഒരു കോള് പോലും വിളിച്ചിട്ടില്ല. പിന്നെ നമുക്കിടയില് ഓരോരോ പരിഭവങ്ങളും ഉണ്ടായി. ഇപ്പൊ നീ വിളിച്ച കുശലമൊക്കെ ചോദിക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പറ്റിക്കാൻ വേണ്ടി വിളിക്കാണോന്ന് പോലും എനിക്ക് സംശയം തോന്നാ. അങ്ങനൊരു സംശയം വേണ്ട മമ്മി. പെട്ടെന്ന് എനിക്കെന്തോ മമ്മിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. മോളെ, ദേ ഈ നിമിഷം മമ്മി സന്തോഷം കൊണ്ട് ആകാശത്തും ഭൂമിയിലും അല്ലാതെ നിൽക്കുക. മോളിപ്പോ എവിടെയാ? മോള് ഭക്ഷണം കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചു. ഇല്ലില്ല, നീ ഭക്ഷണം കഴിച്ചിട്ടില്ല. സത്യം പറ മോളെ, നീ ഭക്ഷണം കഴിച്ചോ? കഴിക്കാൻ പോവാ അമ്മ. എന്നിട്ട് നീ ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞത് അതെന്തിനാ? ബാലു അടുത്തുണ്ടോ? ഇല്ല. മമ്മി, അവിടുത്തെ വിശേഷമൊക്കെ പറ. പപ്പ എന്തു പറയുന്നു? ഉറങ്ങിയോ? നീ താ മോളെ, താ മോളെ. അച്ഛമ്മ സുഖാണോ? എനിക്കല്ല, ഞങ്ങൾക്ക് ആർക്കും അത്ര നല്ല സുഖം ഇല്ലായിരുന്നു. പക്ഷേ ദാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നിപ്പൊ സന്തോഷിക്കുക മോളെ. ഞങ്ങളുടെ മോള് ഞങ്ങളെ ഇങ്ങോട്ടായിട്ട് വിളിച്ചിരിക്കുന്നു. അതിൽ പരം സന്തോഷം ഞങ്ങൾക്കിനി എന്തുണ്ട്? കനകേച്ചി വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ മോളെ, മോള് ഇവിടെ വന്ന് നിൽക്കാണോ? ഞാൻ അകത്തെല്ലാം നോക്കി. മോള് വാ, ഭക്ഷണം കഴിക്കാം. ഞാൻ വിളിക്കാം. അയ്യോ, കട്ട് ചെയ്തു. എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ, അകത്ത് ചെറിയ ചൂട്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നല്ല കാറ്റ് കിട്ടും, ഇത്തിരി ആശ്വാസം തോന്നും. ഒന്നുമല്ല, എന്തോ ഒരു പ്രയാസം. അതല്ലേ ഇങ്ങോട്ട് വന്നത്. മോളെ, അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയോ? എന്താ മോളെ? ഈ വിവാഹം നടത്തണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ലേ? സത്യം പറയണം. നോക്കിപ്പ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? ഞാൻ ചോദിച്ചത് അമ്മേനോട് തിരിച്ചു ചോദിക്കാ? മോൾ എന്തുദ്ദേശിച്ചായത് ചോദിച്ചത്? നല്ല അടി കിട്ടേണ്ട ചോദ്യ. ഈ പൊന്നു മോളെ എനിക്ക് തന്നെ തന്നതിന് ഞാൻ ദൈവങ്ങളോട് നന്ദി പറയാത്ത ദിവസങ്ങളില്ല. സത്യം. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് മോക്ക് തോന്നുന്നുണ്ടാ?